എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാ പിന്നെ പിടിച്ചാ കിട്ടില്ല. പിന്നെ നീ ഒരു ജന്മം മുഴുവനും കരയേണ്ടി വരും. പറഞ്ഞേക്കാം. രുക്മിണിക്ക് ഒറ്റയ്ക്ക് പോക്കോടെ? ആഹാ, ഒറ്റയ്ക്ക് പോവാനാണെങ്കിൽ ഈ അയൽക്കൂട്ടം സംഘടനയൊക്കെ എന്തിനാ? ഇതൊക്കെ സെക്രട്ടറിയുടെ പിടിപ്പുകേടാ. നിങ്ങളിങ്ങനെ കച്ചട പെണ്ണുങ്ങളെ പോലെ കാക്രി പൂക്രി ബഹളം വയ്ക്കാതെ ഞാൻ ചില ഭരണപരിഷ്കാരങ്ങൾ പറയാം. അത് കേട്ടാൽ ഈ അയൽക്കൂട്ടത്തിന്റെ വലിയ മുതൽക്കൂട്ടാവും. ഓ, ഇതങ്ങ് മുടിഞ്ഞു കിട്ടിയാ മതി. ഇതിന് ഭരണപരിഷ്കാരത്തിന്റെ ഒരു കുറവേ ഉള്ളൂ. ആ, എന്തായാലും കേക്കട്ടെ. നിങ്ങൾ ഈ കടലമുറുക്ക്, പപ്പടവട, തക്കാളി മുറുക്ക്, മിച്ചറ് ഇങ്ങനെയുള്ള പൊരി സാധനങ്ങളുടെ കച്ചവടം നിർത്തിയിട്ട് പിസ്ത, ബദാം, കിവി, അവക്കാട തുടങ്ങിയ ഗൾഫ് സാധനങ്ങളുടെ ബിസിനസ് തുടങ്ങ്. ഇതൊക്കെ വലിയ ലാഭത്തിന് ഞാൻ ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്തു തരാം. ഗൾഫ് രാജാക്കന്മാര് ഇവരുടെ അമ്മാവിന്റെ മക്കളല്ലേ, ഒന്ന് പോതല്ലേ. അമ്മ വാ, നമുക്ക് പോവാം. നീ അവിടെ ഇരിക്കെ. ഒരു കാര്യം അയൽക്കൂട്ടം മുമ്പാകെ പറയാനുണ്ട്. ഇതുപോലെ പ്രായമുള്ള ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിർത്തിയാലേ ഒരു കാര്യം നടക്കത്തില്ല. നല്ല ചുറുചുറുക്കുള്ള പെമ്പിള്ളേരെ നിർത്തണം. അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ചുറുചുറുക്കുള്ള പെമ്പിള്ളേരെവിടെ? അതിനല്ലേ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ മരുമകൾ ശ്രീലക്ഷ്മിയെ. ഓ, ശ്രീലക്ഷ്മി സെക്രട്ടറി ആക്കുന്നതില് എത്ര പേര് അനുകൂലമാണ്? ഞങ്ങൾക്കൊരു വിരോധമില്ല. ഇത് സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള എന്റെ രാജിക്കത്താ. എന്നാ പിന്നെ ഞങ്ങളും പൊയ്ക്കോട്ടെ. എല്ലാരും ഓക്കെ അല്ലേ? ശരിയെന്നാ ഞാനും അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ല. രുക്മിണി, ഏയ് രുക്മിണി, എന്തൊരു തള്ളയത്. രുക്മിണി, രുക്മിണി നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ചെല്ല്, ചെന്ന് നല്ലത് 4 എണ്ണം അവിടെ വച്ച് പറഞ്ഞു പോരിക്ക്. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. എടി, നീ കൊടുങ്കാറ്റുമല്ലേ, എവിടെയാടി പോന്നേ? നിക്കടി അവിടെ. നിന്നോട് നിക്കാനല്ലേ പറഞ്ഞത്? കാണണമെങ്കിൽ ദേ ഇങ്ങനത്തെ കലാപരിപാടികൾ കാണണം. എന്തൊരു രസോ! പബ്ലിക് റോഡിൽ പെണ്ണുങ്ങളുടെ അടിപിടി. എടി ശ്രീലക്ഷ്മി, നിന്റെ അമ്മയെ പിടിച്ച് നിർത്തടി. ഞാൻ അവരമ്മയെന്നൊന്നും വിളിക്കില്ല. നീ അവിടെ നിക്കാനല്ലേ പറഞ്ഞ? എനിക്ക് ഇങ്ങനെ ഈ പെരുവഴി കിടന്ന് തല്ലുടക്കാൻ വയ്യ. ഓ, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ രുക്മിണി വീട്ടിലേക്ക് വാ. നീ ഇത് കേട്ടിട്ട് പോയാ മതി. നിന്നെ ഞാൻ കേൾപ്പിച്ചിട്ടേ വിടൂ. നിങ്ങളെപ്പോലെ അല്ല ഞാൻ. ഓ, പാവപ്പെട്ടവളാണെങ്കിലും അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്ക് ജനിച്ചവളാ. എന്റെ അച്ഛന്റെ അമ്മയുടെ അന്തസ് കളയാൻ ഞാൻ സമ്മതിക്കില്ല. ദയവേത് എന്നെ നാണം കെടുത്തരുത്. നിന്നെ പോലത്തെ നാണം കെട്ടവളോട് പിന്നെ എങ്ങനെയാടി പെരുമാറണ്ടേ? ശ്രീലക്ഷ്മി, എന്റെ പെറ്റമ്മയായ എന്നെയാ ഇവരെ തെരുവിലിട്ട് നാണം കെടുത്തുന്നത്. ഓ, നിങ്ങൾ എന്നെ പ്രസവിച്ചിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ എന്റെ അമ്മയല്ല. നീ കേട്ടല്ലോ. നിങ്ങളെ ഞാൻ ഇനി ഈ ജന്മത്തെ അമ്മയെന്ന് വിളിക്കത്തുമില്ല. ഓളെ വിളിക്കണ്ട എന്നെ അങ്ങനെ. ഞാൻ നിങ്ങളുടെ മോളും അല്ല. നീ ചാടിത്തുള്ളി എങ്ങോട്ടടി പോയത്? ആ വീട്ടില് നീയും നിന്റെ കെട്ടിയോനും അധിക ദിവസം താമസിക്കില്ല. അതിനുമുമ്പ് ഞാനത് തിരിച്ചു മേടിക്കും. കണ്ടവരുടെ വീട്ടിൽ കയറി യാതൊരു ഉളുപ്പും കൂടാതെ താമസിക്കാൻ നീയൊക്കെ വിചാരിച്ചോടി? നിന്നെയൊക്കെ തല്ലി ഞങ്ങൾ അവിടുന്ന് ഇറക്കും, പറഞ്ഞേക്കാം. ഓ, അടിവീഴാനല്ലേ രസമുള്ളു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴി കിടന്ന് പൂങ്കണ്ണിൽ ഒഴുക്കുന്ന?
മകനെയും മരുമകളെയും കൂട്ടി മര്യാദകൾ ചെയ്തിട്ടല്ലേ ഞങ്ങൾ ഈ പറയുന്നത്? ജന്മം എടുക്കാതെ പോയ എന്റെ കുഞ്ഞിന്റെ ശാപം ഇതൊക്കെ. ശാപം. മോളെ എന്താ ഇവിടെ? എന്താ രാധമ്മ എന്താ? ഓ പണി പാളി. ദൈവമേ, ഇനി എന്തായാലും അടി നടക്കില്ലെന്ന് ഉറപ്പാ. ശ്രീ, ഇത് വലിയ ക്രൂരതയാ. ജനിപ്പിച്ച അമ്മയോട് ഇങ്ങനൊന്നും കാണിക്കരുത്. കാണിച്ച നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യൂന്ന്? നിന്നെ പോലെ ഇത്രയും സബ്സ്റ്റാൻഡേർഡായി പെരുമാറാനൊന്നും എന്നെ കിട്ടില്ല. പക്ഷെ ഇത് വളരെ മോശം, പറഞ്ഞേക്കാം. നീ ആരുടെ എന്നെ അഡ്വൈസ് ചെയ്യാൻ? ശ്രീ, ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞ നിന്നെക്കാളേറെ വേദനിക്കുന്നത് രാധമ്മയായിരിക്കും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നീ ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം. നീ എന്ത് കണ്ടിട്ടാടി ഇങ്ങനെ കിടന്ന് നെഗളിക്കുന്ന? ഈ പലിശക്കാര് തള്ളെ കണ്ടിട്ടാണോ? നീ ചെവിയിൽ നുള്ളിക്കോ. ഇവരുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ച് നീ ഞങ്ങളുടെ മുമ്പിൽ വരും. അന്നും ഇന്നും എന്നും നിനക്ക് ഞങ്ങളെ ഉണ്ടാവൂ. റെയിൽപാളത്തിൽ പോയി തല വെച്ചാലും ശരി, ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വരില്ല, ഉറപ്പാ. ശ്രീ, ഈ വാക്കുകളൊക്കെ നിനക്ക് തിരുത്തേണ്ടി വരും. നീ കരയിപ്പിച്ചതേ നിന്റെ അമ്മയാ, ഈ പാവം രാധമ്മ. നീ ഇവരുടെ മകള് ചമഞ്ഞ് നടക്കാണല്ലോ, വലിയ കോലത്തെ രാജകുമാരിയെ പോലെ. ശ്രീ, നീ കൂടുതൽ കിടന്ന് തുള്ളൊന്നും വേണ്ട. നിന്റെ അച്ഛനിപ്പോ മിനിസ്റ്റർ അല്ല. അയാളുടെ പേര് ഈ നാട്ടിലിപ്പോ ചീമുട്ട ചീഞ്ഞ് നാറിയത് പോലെ നാറിയിരിക്കോ. ഇലക്ഷൻ കൂടി കഴിഞ്ഞാലേ ആളുകളെ പറ്റിച്ച് അയാളുണ്ടാക്കിയ കോടികളുടെ സ്വത്തുക്കള് ഗവൺമെന്റ് മൊത്തം കണ്ടുകെട്ടും. രാജു, വേണ്ട. ഇത് പബ്ലിക് റോഡാ. ഇവരുടെ നിലവാരമല്ലല്ലോ നമുക്ക്. എന്റെ അമ്മയോടുള്ള മത്സരം അമ്മായിയമ്മയും മരുമകളും ഇവിടം കൊണ്ട് നിർത്തിക്കോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാ പിന്നെ പിടിച്ചാ കിട്ടില്ല. പിന്നെ നീ ഒരു ജന്മം മുഴുവനും കരയേണ്ടി വരും, പറഞ്ഞേക്കാം.